السلام عليكم ورحمة الله. بسم الله الرحمن الرحيم. الحمد لله رب العالمين والعاقبة للمتقين فلا عدوان إلا على الظالمين. وصلى الله وسلم على خير خلقه ورسله محمد وآله وصحبه أجمعين ومن تبعهم بإحسان إلى يوم الدين. ബഹുമാന്യരായ പണ്ഡിതന്മാരെ, നേതാക്കളെ, പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, സുഹൃത്തുക്കളെ, എനിക്ക് ശേഷം സമാപന ഭാഷണം നിർവഹിക്കേണ്ടുന്ന ഡോക്ടർ ജമാലുദ്ദീൻ ഫാറൂഖി ഒരുപക്ഷെ നമ്മളെല്ലാവരെക്കാളും ഏറ്റവും അകലെ നിന്ന് വയനാട്ടിലെ മുട്ടിൽ എന്ന പ്രദേശത്താണ് അദ്ദേഹം വന്നിട്ടുള്ളത്. അദ്ദേഹത്തിന് തിരിച്ചു പോകേണ്ടതുള്ളത് കൊണ്ട് തന്നെ വളരെ അധികം നീട്ടിക്കൊണ്ടുപോകാൻ എന്തായിരുന്നാലും നമുക്ക് സാധ്യമല്ല. പെട്ടെന്ന് ചുരുക്കണമെന്നാണ് ഉദ്ദേശിക്കുന്നത്. നിർദ്ദേശിക്കപ്പെട്ടിരിക്കുന്ന ചില കാര്യങ്ങൾ ശ്രദ്ധയിൽപ്പെടുത്തുക മാത്രമാണ് ശ്രമിക്കുന്നത്. നമുക്കറിയാം, ഇത് കുറ്റിച്ചിറ സംവാദത്തിൻ്റെ 40 വർഷം പിന്നിടുമ്പോൾ അതുമായി ബന്ധപ്പെട്ട ചില വിഷയങ്ങൾ ശ്രദ്ധയിൽപ്പെടുത്തുകയും അതിൻ്റെ ഗുണങ്ങളും ഗണങ്ങളുമൊക്കെ വിലയിരുത്തുകയും ചെയ്യുന്നൊരു സന്ദർഭമാണ്. ഈ കോഴിക്കോട് നഗരത്തിൽ പ്രത്യേകിച്ച് മുജാഹിദ് പ്രസ്ഥാനത്തിനുണ്ടായ വളർച്ചയുടെ, വികാസത്തിൻ്റെ ഏറ്റവും വലിയ ഒരു ഘടകമായിരുന്നു, ചരിത്രപരമായിരിക്കുന്ന കാരണമായിരുന്നു കുറ്റിച്ചിറ സംവാദം എന്നുള്ളത് ആരെപ്പോലെയും എല്ലാവർക്കും ബോധ്യമാകുന്ന വിഷയമാണ്. നമുക്കറിയാം, ഇവിടെ ഈ സംവാദത്തിൽ പങ്കെടുത്ത നമ്മുടെ പണ്ഡിതന്മാർ, ബഹുമാനായ CP ഉമർ സുല്ലമയ്ക്ക് ഞാൻ മനസ്സിലാക്കുന്നത് അന്നൊരു ISM-കാരൻ്റെ പ്രായമാണ്, ഒരു 35 വയസ്സിൽ താഴെ. അപ്പോൾ ആ ഒരു പ്രായത്തിൽ നിന്നുകൊണ്ട് ഒരു വലിയ സംവാദത്തിൻ്റെ വേദിയിൽ വിഷയം അവതരിപ്പിക്കലടക്കം അതിശക്തമായ വാദങ്ങളിൽ ഏർപ്പെട്ട് പ്രമാണനിബദ്ധമായി സമൂഹത്തെ ബോധവൽക്കരിക്കുവാൻ അദ്ദേഹത്തിനും കൂടെയുള്ളവർക്കും സാധിച്ചിട്ടുണ്ട്. നമ്മോട് വിട പറഞ്ഞു പോയിരിക്കുന്ന ബഹുമാനായിരിക്കുന്ന AP അബ്ദുൽ ഖാദർ മൗലവി, അതുപോലെ തന്നെ PK അലി അബ്ദുറസാഖ് മദനി, SM ഐദീദ് തങ്ങൾ തുടങ്ങിയവർ കൂടി ഈ സംവാദത്തിൽ നമുക്ക് വേണ്ടി സംസാരിച്ചിട്ടുണ്ട്. അവരുടെയൊക്കെ സംഭാവനകൾ വിലമതിക്കാനാവാത്തതാണ്. നമ്മൾ ഇന്ന് പലരുടെയും വാട്സപ്പിലൂടെ വന്നിരിക്കുന്നൊരു മെസ്സേജ് അന്ന് മാതൃഭൂമി പത്രത്തിൽ വന്നിരിക്കുന്ന ഒരു ബോക്സ് ന്യൂസാണ്. മുജാഹിദ് പ്രസ്ഥാനത്തിൻ്റെ ഭാഗത്തു നിന്ന്, പ്രത്യേകിച്ച് CP ഉമർ സുല്ലമിയെ പോലെയുള്ള പണ്ഡിതന്മാർ അല്ലാഹു അല്ലാത്തവരെ വിളിച്ചു പ്രാർത്ഥിക്കുവാൻ വിശുദ്ധ ഖുർആനിൽ തെളിവുണ്ടോ എന്ന് ചോദിക്കുക മാത്രമല്ല, അല്ലാഹു അല്ലാത്തവരോട് വിളിച്ചു പ്രാർത്ഥിച്ചുകൂടാതെ ശിർക്കാണ് എന്ന് ബോധ്യപ്പെടുത്താൻ ഖുർആനിലെ ദശക്കണക്കിന് ആയത്തുകൾ പാരായണം ചെയ്തു കൊടുത്തപ്പോൾ അതിന് മറുപടിയായി മറുപക്ഷം പറഞ്ഞത് അത് മക്ക മുശ്രിക്കുകളുടെ അവർ ആരാധിച്ചുകൊണ്ടിരുന്ന വിഗ്രഹാരാധനക്കെതിരിൽ അവതരിക്കപ്പെട്ടിരിക്കുന്ന ആയത്തുകളാണ്. ആ ആയത്തുകളാണ് ഇവിടെ സത്യവിശ്വാസികളായ ഔലിയാക്കന്മാരെയും അമ്പിയാക്കന്മാരെയും വിളിച്ചു തേടുന്ന മുഅ്മിനുകൾക്കെതിരെ ആരോപിച്ചുകൊണ്ടിരിക്കുന്നത് എന്നാണ് മറുപടി ഉണ്ടായിരുന്നത്. അതിന് ഒരു ഉദാഹരണം അവിടുന്ന് പറഞ്ഞത്, ഒരു മനുഷ്യൻ ഈ ബസ്സിൽ കയറി, കയ്യിൽ കുറച്ച് ആടിൻ്റെ തലയും കയ്യും കാലും ഒക്കെയുണ്ട്. അത് കണ്ടപ്പോൾ കണ്ടക്ടറെ പുറത്തേക്ക് ഇടാൻ പറഞ്ഞു എന്നുള്ളതാണ്. അപ്പം അദ്ദേഹം ബോർഡ് ചൂണ്ടിക്കാണിച്ചു കൊടുത്തു, ഇങ്ങനെ എഴുതി വെച്ചിട്ടുണ്ട്, കയ്യും തലയും പുറത്തിടരുത് എന്ന്. ഇതുപോലെയാണ് ഇയാളുടെ വാദം പോലെയാണ് മുജാഹിദുകൾ ഈ ആയത്ത് അവതരിപ്പിക്കുന്നത് എന്നാണ് മറുഭാഗത്ത് സംസാരിച്ചത്. ബഹുമാനായ AP അബ്ദുൽ ഖാദർ മൗലവി ഒറ്റ വാചകത്തിൽ പ്രതികരിച്ചു. നർമ്മത്തിൽ കറന്നിരിക്കുന്ന യുക്തിഭദ്രമായിരിക്കുന്ന പ്രതികരണം. അദ്ദേഹം പറഞ്ഞ എങ്ങനെയായിരുന്നു, ആ ആടിൻ്റെ തലയും കയ്യും കാലുമായി ബസ്സിൽ കയറിയിരിക്കുന്ന ആളിൽ നിന്നാണ് ഇവിടെ വന്നിരിക്കുന്ന മുസ്ലിയാർ കിതാബ് ഓതിയത് എന്ന്. അതിന് ഏറ്റവും ആപ്റ്റായ മറുപടിയായിരുന്നു. അതുപോലെയുള്ള വളരെ കൃത്യവും വ്യക്തവുമായിരിക്കുന്ന നർമ്മത്തിൽ ചാലിച്ച യുക്തിഭദ്രമായിരിക്കുന്ന മറുപടികൾ കൊണ്ട് മറുപക്ഷത്തെ കൃത്യമായി താഴെയിരുത്തുവാൻ അന്ന് മുജാഹിദ് നേതാക്കന്മാർക്ക് സാധിച്ചിട്ടുണ്ട്. നമുക്കറിയാം, അവിടെ ബഹുമാനായ KK മുഹമ്മദ് സുല്ലമി അവതരിപ്പിച്ച വിഷയമായിരുന്നു സ്ത്രീകളുടെ പള്ളി പ്രവേശവുമായി ബന്ധപ്പെട്ട വിഷയം. അവിടെ ഒന്ന് രണ്ട് കാര്യങ്ങൾ സൂചിപ്പിക്കാനുള്ളത്, ഇത് KK മുഹമ്മദ് സുല്ലമി പതിറ്റാണ്ടുകളോളം ഖുത്ബ നിർവഹിച്ച പള്ളിയിലാണ് നമ്മൾ അധികം ആളുകളും ഇന്ന് മഗ്‌രിബ് നമസ്കരിച്ചത്. ആ പള്ളി നമ്മൾ കണ്ടു. അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ പ്രവർത്തന മണ്ഡലം, അത് ഏകദൈവാരാധന അടിസ്ഥാനപരമായി സമൂഹത്തെ പഠിപ്പിക്കാൻ, തൗഹീദിലേക്ക് മനുഷ്യർ ക്ഷണിക്കാൻ ഒരായുഷ്കാലം പൂർണ്ണമായി വിനിയോഗിച്ചിരിക്കുന്ന മഹാപണ്ഡിതനാണ് KK മുഹമ്മദ് സുല്ലമി. അദ്ദേഹം ഈ വിഷയം അവതരിപ്പിക്കുമ്പോൾ ആദ്യമേ തന്നെ ആളുകളുടെ ശ്രദ്ധയിൽപ്പെടുത്തിയത്, ഇസ്ലാമിക അഥവാ പ്രവാചക തിരുമേനി കടന്നു വരുന്ന കാലഘട്ടത്തിൽ സ്ത്രീ എന്ന് പറയുന്നത് ഒരു വിൽപ്പനച്ചരക്കോ കച്ചവടച്ചരക്കോ മാത്രമായിരുന്നു. അവൾക്ക് അവകാശങ്ങളില്ല, അവർക്ക് യാതൊന്നും നേടിയെടുക്കുവാനില്ല.
ജീവിക്കുവാൻ പോലും സ്വാതന്ത്ര്യമുണ്ടോ എന്ന് സംശയിക്കപ്പെടുമാർ അങ്ങേയറ്റം അടിച്ചമർത്തപ്പെട്ടിരിക്കുന്ന സ്ത്രീ സമൂഹത്തിന്റെ മുമ്പിലാണ് ഇസ്ലാം അവരുടെ സ്വാതന്ത്ര്യവും അവരുടെ അവകാശങ്ങളും വകവെച്ചു കൊടുത്തുകൊണ്ട് അവരെ ഉയർത്തിക്കൊണ്ടുവന്നിരിക്കുന്നത്. ഈ ഭൂമിയിലുള്ള പുരുഷന്മാർ നിർവഹിച്ചുകൊണ്ടിരിക്കുന്ന സൽക്കർമ്മങ്ങൾ അതുപോലെ തന്നെ സ്ത്രീകൾ നിർവഹിക്കുമ്പോൾ അവർക്കും അതിന്റെ പ്രതിഫലം ഏറ്റുവാങ്ങുവാൻ സാധിക്കുമെന്ന ആമുഖത്തോടെയായിരുന്നു അദ്ദേഹം തന്റെ വിഷയം അവതരിപ്പിച്ചത്. അതോടൊപ്പം തന്നെ അള്ളാഹുവിന്റെ ഭവനമായിരിക്കുന്ന പള്ളികളിൽ നിന്ന് അവരെ ഒരിക്കലും തടയുവാനുള്ള അവകാശം ഒരു പുരുഷനും പ്രത്യേകിച്ചില്ല എന്ന് പറയുന്ന പ്രവാചക തിരുമേനിയുടെ വാചകം അദ്ദേഹം എടുത്തു പറയുന്നുണ്ട്. ലാ തംനഉ ഇമാ അല്ലാഹി മസാജിദല്ലാഹ്. അള്ളാഹുവിന്റെ ഭവനങ്ങളാണ് പള്ളികൾ. അവിടെ ആര് വരണം, ആര് വന്നുകൂടാ, ആരെ തടയണം, ആരെ തടഞ്ഞുകൂടാ എന്ന് പറയേണ്ടത് അള്ളാഹുവാണ്. അത് അല്ലെങ്കിൽ അള്ളാഹുവിൽ നിന്ന് വഹി ലഭിക്കുന്ന പ്രവാചകനാണ്. ആ പ്രവാചക തിരുമേനി പറയുന്നു, അള്ളാഹുവിന്റെ ഭവനമായിരിക്കുന്ന അവന്റെ പള്ളികളിൽ നിന്ന് ഒരു സ്ത്രീയെയും തടയാൻ നിങ്ങൾക്ക് അവകാശമില്ല, അത് പാടില്ല എന്ന്. എന്നാൽ വിഷയാവതരണത്തിന് പ്രതികരിച്ചുകൊണ്ട് സുന്നി വിഭാഗം പണ്ഡിതന്മാർ പറഞ്ഞിരിക്കുന്ന ഒരു ഭാഗം ഞാൻ വായിച്ചു കേൾപ്പിക്കാം. ആ പുസ്തകത്തിൽ നിന്ന് സ്ത്രീകൾക്ക് പള്ളിയിലുള്ള അവകാശം തടയരുതെന്ന് കൽപ്പിച്ചതിന്റെ കാരണം അന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും പിന്നീട് സ്വഹാബത്തും അവിടുത്തെ ഭരണാധികാരികളും വിധികർത്താക്കളുമായിരുന്നു. പല കാര്യങ്ങൾക്കും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സമീപിക്കേണ്ട കാര്യം അവർക്കുണ്ടാവും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അധിക സമയവും പള്ളിയിലാണിരിക്കുക. സുബഹി നമസ്കാരാനന്തരം വെള്ളം മന്ത്രിക്കാനും കുട്ടികൾക്ക് മധുരം തൊട്ടുകൊടുക്കുവാനും പേരിടാനും എല്ലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അവർ സമീപിച്ചിരുന്നു എന്നതാണ് യാഥാർത്ഥ്യം. കുട്ടികൾ പട്ടിണി കിടക്കുമ്പോഴും വ്യക്തിപരമായ മറ്റു നിർബന്ധ കാര്യത്തിനും സ്ത്രീകൾ പുറത്തൊരുങ്ങുന്നതിന് ഞങ്ങൾ എതിരല്ല. ഇതാണ് മറുപടി ഉണ്ടായത്. ഞാൻ സൂചിപ്പിച്ചത് ഇതിന് അലി അബ്ദുൽ റസാഖ് മദനി വളരെ കൃത്യമായ പ്രമാണനിബദ്ധമായ മറുപടി കൊടുത്തിട്ടുണ്ട്. മൈദി തങ്ങൾ മനോഹരമായി പ്രതികരിച്ചിട്ടുണ്ട്. നമുക്ക് സൂചിപ്പിക്കാനുള്ളത് ഇങ്ങനെയുള്ള പ്രതികരണങ്ങൾ ഉന്നയിച്ചത്, ഇതൊക്കെ ഉന്നയിച്ചിട്ട് അവസാനം പറയുന്നത് അള്ളാഹുവിന്റെ റസൂലിന്റെ കാലത്ത് സ്ത്രീകൾ അഥവാ പള്ളിയിൽ പോയിട്ടുണ്ടെങ്കിൽ തന്നെ അത് ഹിജാബിന്റെ ആയത്തോടുകൂടി അവസാനിപ്പിച്ചു എന്നാണ്. ഐദി തങ്ങൾ ചോദിക്കുന്ന ഒരു ചോദ്യം, ഹിജാബിന്റെ ആയത്തോടുകൂടി നമസ്കാരത്തിന് പുറപ്പെടുന്നത് മാത്രമാണോ അവസാനിപ്പിച്ചത്? അതല്ല ഉറുക്കെഴുതാനും അതുപോലെ തന്നെ ജാറ് മൂടുവാനും ഈ മന്ത്രിച്ചു വാങ്ങുവാനും വെള്ളം ഊതി വാങ്ങുവാനും ഒക്കെയുള്ള ഈ പോക്ക് ഹിജാബിന്റെ ആയത്ത് കൊണ്ട് തടയപ്പെടുമോ അതല്ല സാധൂകരിക്കപ്പെടുമോ എന്ന് ആവർത്തിച്ചാവർത്തി ചോദിക്കുന്നത് നമുക്കതിൽ കാണാൻ കഴിയും. ഞാൻ സൂചിപ്പിച്ചത് ഇങ്ങനെയുള്ള ഒരുപാട് വിദണ്ഡവാദങ്ങളല്ലാതെ ഈ വിഷയങ്ങൾ എവിടെയും മറുഭാഗത്തുള്ള ആളുകൾക്ക് പ്രമാണങ്ങൾ ഉന്നയിക്കുവാൻ സാധിച്ചിട്ടില്ല. മുസ്ലിം സ്ത്രീകൾക്ക് പള്ളിയിൽ പോയി നമസ്കരിക്കുന്നത് നിഷിദ്ധമാണ്, ഹറാമാണ്, പാപമാണ് എന്ന് സമർത്ഥിക്കുവാനുള്ള ഒരു പ്രമാണവും ഉദ്ധരിക്കുവാൻ ആ വിഭാഗത്തിൽ ആർക്കും സാധിച്ചിട്ടില്ല. നമുക്കറിയാം, അള്ളാഹുവിന്റെ റസൂൽ ആദ്യമായി ഉണ്ടാക്കിയിരിക്കുന്ന പള്ളി മുതൽ അവിടുന്ന് ഇങ്ങോട്ട് നാം കണ്ടുകൊണ്ടിരിക്കുന്ന ചരിത്രം മുഴുവൻ പരിശോധിച്ചാൽ അവിടെയൊക്കെ മുസ്ലിം സ്ത്രീകൾക്ക് ആരാധനാ സ്വാതന്ത്ര്യം അനുഭവിച്ചിട്ടുണ്ട്. റസൂലുള്ളാഹിയുടെ കാലഘട്ടത്തിൽ തന്നെ കുന്ന നിസാഉൽ മുഅ്മിനാത്ത് യശ്ഹദന മഅ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വലാത്തുൽ ഫജ്രി മുതലഫിആത്തിൻ ബിമുറൂത്തിഹിന്ന ثم ينقلبن ഇലാ ബുയൂത്തിഹിന്ന ഹീന യഖദീന സ്വലാത്ത് ലാ യഅരിഫൂന അഹദു മിനൽ ഗുലസ് എന്ന ഭാഗം അറിയാത്തവരല്ല നമ്മൾ. ഇമാം ബുഖാരിയും ഇമാം മുസ്ലിം ഒക്കെ ഉദ്ധരിച്ച ആയിഷ ബീവിയെ പോലെയുള്ള പ്രമുഖരായിരിക്കുന്ന സുഹാബി വനിതകൾ റിപ്പോർട്ട് ചെയ്തിരിക്കുന്ന വചനങ്ങളിലൂടെ അത് ബോധ്യപ്പെടുത്തുകയാണ്. സുഹാബി വനിതകൾ സുബഹി നമസ്കാരത്തിനു വരെ ഇരുട്ട് മാറുന്ന മുമ്പേ മൂടിപ്പതച്ചുകൊണ്ട് അവർ പള്ളിയിൽ വരികയും നമസ്കാരം കഴിഞ്ഞ് തിരിച്ചു പോകുമ്പോഴും ഇരുട്ട് മാറാത്തതിനാൽ തിരിച്ചറിയാത്ത വിധത്തിലായിരുന്നു അവർ തിരിച്ചു പോയി എന്നൊക്കെ ഇവിടെ കൃത്യമായി ഉദ്ധരിക്കപ്പെടുന്നുണ്ട്. ആർക്കും നിഷേധിക്കാൻ കഴിയാത്തത്. എന്നാൽ ഇത് ഹിജാബിന്റെ ആയത്തുകൊണ്ട് നിരോധിച്ചു എന്ന് പറയുന്ന ആളുകൾ ആലോചിക്കാതെ പോയിരിക്കുന്ന മറ്റു ചില വശങ്ങൾ, പ്രവാചക തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം റമളാനിലെ അവസാനത്തെ 10 ദിവസവും പള്ളിയിൽ ഇത്തികാഫിരുന്നിരുന്നു എന്ന് പറയുന്ന ഹദീസും റിപ്പോർട്ട് ചെയ്യുന്നത് ഇമാം ബുഖാരിയും ഇമാം മുസ്ലിമും ഒക്കെ തന്നെയാണ്. അതിന്റെ ബാക്കി പറയുന്നത് ആ പ്രവാചക തിരുമേനിയുടെ വിയോഗത്തിന് ശേഷം അവിടുത്തെ ഭാര്യമാരും പള്ളിയിൽ ഇത്തികാഫിരുന്നിരുന്നു എന്നാണ്. ഏതായിരുന്നാലും പ്രവാചക തിരുമേനിയുടെ വിയോഗത്തിന് ശേഷം ഒരു ഹിജാബിന്റെ ആയത്തോ അല്ലാത്ത ആയത്തോ പിന്നീട് ഇറങ്ങാനില്ല. എന്നിട്ടും എല്ലാ ആയത്തുകളും ഇറങ്ങി അവസാനിപ്പിച്ച ശേഷവും പ്രവാചക പത്നിമാർ പള്ളിയിൽ പോയി ഇത്തികാഫിരുന്നിരുന്നു എന്ന് പഠിപ്പിക്കുമ്പോ കൂടെ എന്താ പറയേണ്ടത്? 10 ദിവസം പള്ളിയിൽ ഇത്തികാഫിരിക്കുമ്പോ ബാങ്ക് കേൾക്കുന്ന സമയത്ത് സുഹാബി വനിതകൾ പ്രവാചക പത്നിമാർ നേരെ പള്ളി വിട്ട് ഓടുകയായിരുന്നു എന്ന് വേറെ പറയേണ്ടി വരും.
പക്ഷേ ഇമാം നവവി ഈ ഹദീസിനെ വ്യാഖ്യാനിച്ചുകൊണ്ട് പറഞ്ഞത് വഫി ഹാദൽ ഹദീസ് അന്നൽ ഇഅ്തികാഫ ലാ യസിഹു ഇല്ലാ ഫിൽ മസ്ജിദ് മഅൽ മശഖത്തി ഫീ മുലാസമതിഹിം എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം വ്യക്തമായി പറയുന്നുണ്ട്. എന്തായിരുന്നാലും ഇഅ്തികാഫിരിക്കല് പള്ളിയിലല്ലാതെ മറ്റെവിടെയും ശരിയാവുകയില്ല, സാധൂകരിക്കപ്പെടുകയില്ല. വലൗ ജാസ ഫിൽ ബൈത്തി ലഫഅലൂഹു വലൗ മറത്തൻ ലാ സിയമൻ നിസാ എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം ആ ഭാഗം പൂർത്തീകരിക്കുന്നത് പറഞ്ഞു വെച്ച എങ്ങനെയാണ്? വീട്ടിൽ ഇഅ്തികാഫ് ശരിയാകുമായിരുന്നുവെങ്കിൽ ഒരിക്കലെങ്കിലും ഒരു സ്വഹാബിയെങ്കിലും അങ്ങനെ നിർവഹിക്കുമായിരുന്നു. പ്രത്യേകിച്ച് സ്ത്രീകളെങ്കിലും വീട്ടിൽ ഇഅ്തികാഫ് ഇരിക്കുമായിരുന്നു എന്ന് കൃത്യമായി പഠിപ്പിക്കുന്നുണ്ട്. ഞാൻ സൂചിപ്പിച്ചത് ഇഅ്തികാഫ് അടക്കമുള്ള പള്ളിയിലെ ഒരു ആരാധനയും സ്ത്രീകൾക്ക് തടയപ്പെട്ടില്ല എന്ന് മാത്രമല്ല, ഭർത്താക്കന്മാർക്ക് അവകാശമുള്ള ചില വിഷയങ്ങൾ പറഞ്ഞെടുത്ത് ഈ കാര്യം ശ്രദ്ധയിൽപ്പെടുത്തി. നമുക്കറിയാം, ഭാര്യമാര് സുന്നത്ത് നോമ്പുകൾക്ക് അനുഷ്ഠിക്കുമ്പോ ഭർത്താക്കന്മാരുടെ അനുമതി വാങ്ങണമെന്നുള്ള ഒരു നിർദ്ദേശം കാണാൻ പറ്റും. ലാ യഹില്ലു ലിംറാത്തിൻ അൻ തസൂമ വസൗജുഹാ ഷാഹിദ് ഇല്ലാ ബിഇദ്നി. ഭർത്താവിന്റെ അനുമതിയില്ലാതെ ഒരു സ്ത്രീ സുന്നത്ത് നോമ്പുകൾ അനുഷ്ഠിക്കുവാൻ പാടില്ല എന്ന വാക്യം കാണാൻ പറ്റും. എന്നാൽ അങ്ങനെയുള്ള നിർദ്ദേശങ്ങൾ ഉണ്ടെന്നിരിക്കെ പള്ളിയിലേക്ക് പോകുന്നത് സ്വാഭാവികമായി ഭർത്താക്കന്മാർ തടയുവാൻ സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് റസൂൽ പറഞ്ഞത്, അവർ നിങ്ങളോട്, ഭർത്താക്കന്മാരെ നിങ്ങളോട് അവർ പള്ളിയിലേക്ക് പോകാൻ അനുവാദം ചോദിച്ചാൽ ഫലാ തംനഅഹ, നിങ്ങൾ അവരെ തടയരുത് എന്ന് ഭർത്താക്കന്മാരെ വിളിച്ച് പ്രത്യേകം എടുത്ത് പറയുന്നുണ്ട്. എന്നിട്ട് പൊതുവായി പറഞ്ഞു, ലാ തംനഉ ഇമാ അല്ലാഹി മസാജിദല്ലാഹ്. ഒരു പുരുഷനും ഒരു മുസ്ലിമിനും മുസ്ലിം സ്ത്രീയെ പള്ളിയിൽ നിന്ന് തടയുവാൻ ഒരു അവകാശവും ഇല്ല എന്ന് വ്യക്തമായി കൃത്യമായി പഠിപ്പിക്കുകയാണ്. ഇത് നമുക്ക് മനസ്സിലാകും. ഞാൻ സൂചിപ്പിച്ചത് ഈ കാര്യങ്ങളൊക്കെ കൃത്യമായി ബോധ്യപ്പെടുത്തുമ്പോൾ പ്രമാണങ്ങളുടെ പിൻബലത്തിൽ മുസ്ലിം സ്ത്രീകൾക്ക് മസ്ജിദ് നബവി മുതൽ ഇങ്ങോട്ടുള്ള മുഴുവൻ പള്ളികളിലും നമസ്കരിക്കുവാൻ സൗകര്യമുണ്ടെന്ന് മാത്രമല്ല, അനുവാദവും അംഗീകാരവും അതിന് പ്രതിഫലവുമുണ്ട് എന്നുള്ളത് നമുക്ക് മനസ്സിലാകും. എന്നാൽ ഇതിനെ നിരാകരിക്കുവാൻ വേണ്ടി ഹിജാബിന്റെ ആയത്ത് എന്ന് പറഞ്ഞ രംഗത്ത് വരുന്ന ആളുകൾ ആ ഹിജാബിന്റെ ആയത്ത് എന്താണ് എന്ന് പോലും കൃത്യമായി അറിയുവാനോ പറയുവാനോ പഠിപ്പിക്കുവാനോ ശ്രമിച്ചിട്ടില്ല എന്നുള്ളതാണ്. വഖർന ഫീ ബുയൂതികുന്ന വലാ തബറജുന തബറുജൽ ജാഹിലിയത്തിൽ ഊല എന്ന ആയത്താണ് ഹിജാബിന്റെ ആയത്തായി അവർ പലപ്പോഴും ചൂണ്ടിക്കാണിക്കാറുള്ളത്. യഥാർത്ഥത്തിൽ മുഫസ്സിറുകൾ ആ ആയത്തിനല്ല ഹിജാബിന്റെ ആയത്ത് എന്ന് പഠിപ്പിച്ചത്. മറിച്ച് അള്ളാഹുവിന്റെ പ്രവാചകരുടെ പത്നിമാരോട് നിങ്ങൾ വല്ലതും ചോദിക്കുന്നുവെങ്കിൽ ഫസ്അലൂഹുന്ന മിൻ വറാഇ ഹിജാബ് എന്ന് പറയുന്ന ആയത്താണ് ഹിജാബിന്റെ ആയത്ത് എന്ന് മുഫസ്സിറുകൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. എന്നിട്ടും അതല്ലാത്ത മറ്റൊരായത്ത് ഹിജാബിന്റെ ആയത്തായി കൊണ്ടുവരികയും അത് വെച്ച് ഇതിനെ നിഷിദ്ധമാക്കുവാൻ ശ്രമിക്കുകയുമാണ് അവർ ചെയ്തത്. എന്നാൽ അതേ ആയത്ത് വിശദീകരിക്കുന്നിടത്ത് ഇമാം ഇബ്നു കസീർ കൃത്യമായി പറഞ്ഞു, ഐ ഇൽസം നബിയൂതകുന്ന ഫലാ തഖ്റുജുന ഗൈരി ഹാജത്തിൻ വമിനൽ ഹവാഇ ശർഇയ്യ അസ്സലാത്തു ഫിൽ മസ്ജിദ്. അങ്ങനെ പ്രയോഗിച്ചത്. നിങ്ങൾ ഇവിടെ വഖർന ഫീ ബുയൂതികുന്ന എന്ന് പറഞ്ഞാൽ നിങ്ങൾ വീട്ടിൽ അടങ്ങിയിരിക്കണം എന്നാണ് അതിന്റെ അർത്ഥം. എന്നാൽ ആവശ്യമില്ലാതെ സ്ത്രീകളെ നിങ്ങൾ പുറത്തിറങ്ങരുത്. കൂടെ പറയുന്നു, ഒരു സ്ത്രീക്ക് പുറത്തിറങ്ങുവാൻ വേണ്ടി മതം അനുവദിക്കുന്ന കാര്യങ്ങൾപ്പെട്ടതാണ് പള്ളിയിൽ വെച്ചുള്ള നമസ്കാരമെന്ന്. അഥവാ പള്ളിയിൽ വെച്ചുള്ള നമസ്കാരമടക്കമുള്ള ആവശ്യങ്ങൾക്കല്ലാതെ ഒരു പെണ്ണ് വീട് വിട്ടിറങ്ങരുത് എന്നാണ് ആ ആയത്തിന്റെ പൊരുളി എന്ന് മുഫസ്സിർ രേഖപ്പെടുത്തി നോക്കിയാണ് സൂചിപ്പിച്ചത്. ഇതൊക്കെയാണ് കാര്യമെങ്കിലും പള്ളിയിലേക്ക് മാത്രമാണ്, അഥവാ പള്ളിയിലെ നമസ്കാരത്തിന് മാത്രമാണ് ഇന്നും വിലക്കുള്ളത്. ഈ തൊട്ടടുത്തുള്ള ഷെയ്ഖിന്റെ പള്ളിയിലെ അപ്പവാണിപ നേർച്ചക്ക് നമ്മുടെ സഹോദരിമാർ തിരക്ക് കൂട്ടിയാൽ ഹിജാബിന്റെ ആയത്ത് പ്രശ്നമല്ല. ഏത് അവയവത്തിനാണോ അസുഖം ആ അവയവത്തിന്റെ രൂപത്തിലുള്ള അപ്പമുണ്ടാക്കി അവിടെ നേർച്ച നേർന്ന് തങ്ങളുടെ രോഗത്തിന് ശമനം കണ്ടെത്താമെന്ന് കരുതി സ്ത്രീകൾ തെക്കും തിരക്കും കൂട്ടുമ്പോ അവിടെ ഹിജാബിന്റെ ആയത്ത് പ്രശ്നമല്ല. അതുപോലെ തന്നെ നമ്മുടെ നാട് നടന്നുകൊണ്ടിരിക്കുന്ന നേർച്ചകൾ, ജാറവുമായി ബന്ധപ്പെട്ട് നടക്കുന്ന പൂരങ്ങൾ, പൂജകൾ, അങ്ങനെയുള്ള കാര്യങ്ങളിലും സ്ത്രീകൾക്ക് വിലക്കില്ല. ഹിജാബിന്റെ ആയത്ത് അവിടെയും തടയപ്പെടുന്നില്ല. നമ്മുടെ നാട്ടിലുള്ള ഇപ്പൊ അവിടെ മാത്രമല്ലല്ലോ, സ്കൂളുകളിൽ വന്നു, കോളേജുകളിൽ വന്നു, പഞ്ചായത്തുകളിൽ വന്നു, പാർലമെന്റിലേക്ക് വരാനിരിക്കുന്നു. എല്ലാ മേഖലകളിലും സ്ത്രീകൾ കടന്നു വരുമ്പോൾ അവിടെയൊന്നും എന്തില്ല, ഹിജാബിന്റെ ആയത്ത് പ്രശ്നമാകുന്നില്ല. ആകെ പള്ളികളിൽ വന്ന് ജുമുഅക്കും ജമാഅത്തിനും വരുമ്പോൾ മാത്രമാണ് ഹിജാബിന്റെ ആയത്ത് അവർക്ക് പ്രശ്നമായി വരുന്നത്. ഇതിന്റെ കാരണം പള്ളികളിൽ വന്നാൽ, ജുമുഅക്ക് വന്നാൽ, ജമാഅത്തുകൾക്ക് വന്നാൽ മതം പഠിക്കും, അത് മനസ്സിലാകും, അത് ഉൾക്കൊള്ളും, അവരുടെ ജീവിതത്തിൽ മാറ്റമുണ്ടാകും. ആ പരിവർത്തനം ഉണ്ടാകുമ്പോ സ്വാഭാവികമായി അവരെ ചൂഷണം ചെയ്യുവാനും അതുവഴി തങ്ങളുടെ താല്പര്യങ്ങൾ കാത്തു സൂക്ഷിക്കുവാനും ഇവിടെയുള്ള യാഥാസ്ഥിക വിഭാഗത്തിന് സാധിക്കാതെ പോകും. അതാണ് അവരുടെ മുമ്പിലുള്ള ഏറ്റവും വലിയ പ്രശ്നം. നമുക്കറിയാം, നരകത്തിന് വേണ്ടി പ്രത്യേകമായി ഒരുക്കപ്പെട്ടവർ എന്ന രൂപത്തിൽ ഖുർആൻ പ്രയോഗിച്ചിരിക്കുന്ന ടീമുണ്ടല്ലോ. അവരുടെ പ്രത്യേകത എന്താ? ലഹും ഖുലൂബുൻ ലാ യഫ്ഖഹൂന ബിഹാ വലഹും അയുനുൻ ലാ യുബ്സിറൂന ബിഹാ വലഹും ആദാനുൻ ലാ യസ്മഊന ബിഹാ. അവർക്ക്
അവർക്ക് പിന്നെ കണ്ണുകളുണ്ട്, അവർക്ക് ഹൃദയങ്ങളുണ്ട്, അത് പിന്നെ കന്നുകാലിക്ക് സമാനമാണ്, അഥവാ അതുകൊണ്ട് അവർ കാര്യം ഗ്രഹിക്കുകയില്ല. അവർക്ക് കണ്ണുകളുണ്ട്, അത് കാലികളെപ്പോലെ തന്നെയാണ്, അതുകൊണ്ട് അവർ കാര്യങ്ങൾ കണ്ട് മനസ്സിലാക്കില്ല. അവർക്ക് ഹൃദയങ്ങളുണ്ട്, അവർക്ക് കാതുകളുണ്ട്, അതുകൊണ്ട് അവർ കേട്ട് മനസ്സിലാക്കുവാൻ ശ്രമിക്കില്ല. ഉലൈക കൽഅൻആം ബൽ ഹും അദൽ, അവർ മൃഗതുല്യരാണ് എന്ന് ഖുർആൻ. ഞാൻ സൂചിപ്പിച്ചത് ആ വിഭാഗത്തെ ഖുർആൻ എണ്ണിയത് വലഖദ് റഅനാ ലിജഹന്നമ കസീറൻ മിനൽ ജിന്നി വൽ ഇൻസി എന്ന് പറഞ്ഞുകൊണ്ട് മനുഷ്യവർഗത്തിലെയും ജിന്നുവർഗത്തിലെയും ധാരാളം ആളുകൾ ഈ രൂപത്തിലുള്ളവരാണ് എന്ന് പറഞ്ഞാൽ മഹാഭൂരിപക്ഷത്തെ ഉദ്ദേശിച്ചുകൊണ്ട് തന്നെ ഖുർആൻ ആ വിഷയം എടുത്ത് പറയുകയാണ്. നമ്മൾ ആലോചിക്കേണ്ടത് ഇതേ കസീർ ഖുർആൻ ഉപയോഗിച്ച വേറെ പദം എവിടെയാ? ഇന്ന കസീറൻ മിനൽ അഹ്ബാരി വറുഹ്ബാൻ ലയഅകുലൂന അംവാലൻ നാസി ബിൽ ബാത്തിൽ വയസുദ്ദൂന അൻ സബീലില്ലാഹ്. തീർച്ചയായും ആധിക പണ്ഡിതന്മാരും ആധിക പുരോഹിതന്മാരും ജനങ്ങളുടെ സമ്പത്ത് അന്യായമായി തിന്നുകയും അവരെ പടച്ചവന്റെ മാർഗ്ഗത്തിന് വഴിതെറ്റിക്കുകയും തന്നെയാണ് എന്ന് ഖുർആൻ എടുത്ത് പറഞ്ഞിട്ടുണ്ട്. അതും ഭൂരിപക്ഷ പണ്ഡിതന്മാരെ കുറിച്ചാണ്. അഥവാ ചിന്തിക്കാത്ത, കാര്യങ്ങൾ കാണുവാനും കേൾക്കുവാനും ഗ്രഹിക്കുവാനും ശ്രമിക്കാതെ മൃഗതുല്യരായി ജീവിക്കുന്ന മഹാഭൂരിപക്ഷത്തെ ചൂഷണം ചെയ്തുകൊണ്ട് അവരെ തെറ്റിന്റെ തിന്മയുടെ വഴിയിലൂടെ തന്നെ സഞ്ചരിപ്പിച്ചുകൊണ്ട് അവരെ പിഴിഞ്ഞെടുത്ത് അവരുടെ സമ്പത്ത് കൊള്ളയടിക്കുന്ന ആ ഭൂരിപക്ഷ പണ്ഡിതന്മാരെ ഖുർആൻ എടുത്ത് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയുള്ള പണ്ഡിതന്മാർ ഈ പള്ളിയിലേക്ക് അതുപോലെയുള്ള ആരാധനാ കാര്യങ്ങൾക്ക് പോകുന്നതിന് മാത്രം വിലക്കുകയും മറ്റുള്ള കാര്യങ്ങൾ അനുവദിച്ചു കൊടുക്കുകയും ചെയ്യുമ്പോൾ അതിന്റെ കൂടെയും ചില വിരോധാഭാസങ്ങൾ കാണാൻ കഴിയാറുണ്ട്. ഈ സമീപകാലത്ത് ഒരു 10-15 വർഷമായി നമ്മുടെ നാട്ടില് ചില പള്ളികൾക്ക് മുമ്പിൽ ഒരു ബോർഡുണ്ട്. എന്താ? യാത്രക്കാരായ സ്ത്രീകൾക്ക് നമസ്കരിക്കുവാനുള്ള സൗകര്യം, യാത്രക്കാരികൾക്ക് നമസ്കരിക്കുവാനുള്ള സൗകര്യം. ഈ സൗകര്യം എന്ന് മുതലുണ്ടായതാ? ഹിജാബിന്റെ ആയത്തിന്റെ മുമ്പോ ശേഷോ? ഹിജാബിന്റെ ആയത്ത് എന്തായിരുന്നാലും അതിന് ഒരു 1400 കൊല്ലം മുമ്പ് ഇറങ്ങിപ്പോയല്ലോ. ഇപ്പൊ ഈ 10-15 കൊല്ലമായിട്ടുള്ളൂ ഈ പണി തുടങ്ങിയിട്ട്. ആദ്യം ഒരു സംഘടനയുടെ വിദ്യാർത്ഥി ഘടകത്തിന്റെ പേരിൽ ഒരു പ്രസ്താവന വന്നു. എന്താ? അങ്ങാടികളിൽ അഥവാ റെയിൽവേ സ്റ്റേഷനുകൾക്കടുത്ത്, ബസ് സ്റ്റാൻഡുകൾക്കടുത്ത്, എയർപോർട്ടുകൾക്കടുത്ത് മുസ്ലിം സ്ത്രീകൾക്ക് നമസ്കരിക്കുവാൻ സൗകര്യം വേണം. അപ്പൊ വഖർന ഫീ ബുയൂത്തികുന്ന ബാധകല്ല. അത് ഏതാണ്ട് ഇങ്ങനെ സ്വീകരിച്ചു വരുമെന്ന് തോന്നിയപ്പോൾ അടുത്ത ഫത്വ. എന്താ അടുത്ത ഫത്വ? അങ്ങനെ ഉണ്ടാക്കുന്ന സൗകര്യങ്ങൾ നിലവിലുള്ള പള്ളികൾക്കടുത്തായാൽ പരിപാലനത്തിന് ഏറെ സൗകര്യമായി. നിലവിലുള്ള പള്ളികൾക്കടുത്തെന്ന് പറഞ്ഞാൽ ആ പള്ളി വൃത്തിയാക്കുന്ന അയാൾക്ക് തന്നെ വൃത്തിയാക്കാം. അവിടേക്ക് എവിടുന്ന കറണ്ട് കൊടുക്കുന്ന ആ കണക്ഷൻ തന്നെ ഇവിടെ കൊടുത്താൽ മതി. അവിടേക്ക് എവിടുന്ന വെള്ളം ആ ഒരു ടാപ്പും കൊണ്ട് കൊടുത്താൽ മതി. അപ്പോ എല്ലാമായി. ഇങ്ങനെ ആ പള്ളികൾക്ക്, നിലവിലുള്ള പള്ളികൾക്ക് അടുത്ത സൗകര്യം ഉണ്ടാക്കുവാൻ അടുത്ത ഫത്വ. മുജാഹിദ് പ്രസ്ഥാനം ഈ വിഷയം നേരത്തെ സമൂഹത്തെ പഠിപ്പിച്ചു. പള്ളി ഉണ്ടാക്കുമ്പോൾ തന്നെ അവർക്കൊരു സൗകര്യം അതിന്റെ കൂടെ ചെയ്തു കൊടുക്കുക. അവർക്ക് അവിടെ നമസ്കരിക്കാം, നടക്കുന്ന ജമാഅത്തിൽ അവർക്ക് പങ്കെടുക്കാം, ജുമുഅയിൽ പങ്കെടുക്കാം. അത് ആ നിലക്ക് നേർക്ക് നേരെ പറയാൻ ഒരിക്കലും സമ്മതിക്കില്ല. ഇങ്ങനെ വളഞ്ഞ് മൂക്ക് പിടിക്കാൻ മാത്രമേ സമ്മതിക്കുള്ളൂ. ചക്ക എന്ന് പറയില്ല, പ്ലാവിൽ കായ്ക്കുന്ന കായ എന്നേ പറയുള്ളൂ. തേങ്ങ എന്ന് പറയില്ല, തെങ്ങിലുണ്ടാകുന്ന കുരു എന്നേ പറയുകയുള്ളൂ. ആ രൂപത്തിലുള്ള സമീപനങ്ങളാണ് ഇവിടെയൊക്കെ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ഞാൻ സൂചിപ്പിച്ചത് ഈ വിഷയങ്ങളിലൊന്നും ഹിജാബിന്റെ ആയത്ത് ഒരിക്കലും ആർക്കും ഒരു പ്രശ്നമായി മാറുന്നില്ല. എന്തുകൊണ്ട്? തങ്ങളുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കുവാൻ വേണ്ടി മാത്രം. നേരത്തെ ഇവിടെ ഇർഷാദ് സ്വലാഹി ഖുത്ബയുടെ ഭാഷയെക്കുറിച്ച് പറഞ്ഞുവല്ലോ. ഖുത്ബയുടെ ഭാഷ യഥാർത്ഥത്തിൽ അതൊരിക്കലും മലയാളത്തിലേക്ക് വരില്ല. അത് അറബിയിൽ നിന്ന് താഴോട്ടിറങ്ങില്ല. കാരണം ഈ സമൂഹത്തെ താരാട്ടുപാടി ഉറക്കാതെ ഈ നേതാക്കന്മാർക്ക് മുന്നോട്ട് പോകാൻ കഴിയില്ല. അങ്ങനെയാണെങ്കിലേ അവരുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കപ്പെടുകയുള്ളൂ. നിങ്ങൾ ആലോചിച്ച് നോക്കിയിട്ടുണ്ടോ? നമ്മുടെ ഏതെങ്കിലും പള്ളിയിൽ വെച്ചിട്ട് ഒരു സിനിമാ പാട്ട് പാടാൻ ആർക്കെങ്കിലും അനുവാദം ഉണ്ടാവോ? ഉണ്ടാവില്ലല്ലോ. ഒരു പള്ളിയിലും ഒരാൾക്കും ഒരു സിനിമാ പാട്ട് പാടാൻ ഒരിക്കലും അനുവാദം കിട്ടില്ല. അഥവാ അങ്ങനെ ആരെങ്കിലും പാടിയാലോ അത് അവന്റെ അവസാനത്തെ പാട്ടായിരിക്കും. എന്നാൽ അതിനെ വിലക്കുന്ന നമ്മുടെ ഉസ്താദുമാര് കഴിഞ്ഞൊരു മാസം അഥവാ റബീഉൽ അവ്വൽ മാസം മുഴുവനും നമ്മുടെ പള്ളിയിൽ നിന്ന് മൈക്ക് തുറന്ന് ഉറക്കെ പാടിയിരിക്കുന്ന പാട്ടുകളല്ല. MT വാസുദേവൻ നായർ പാട്ടുകളല്ല, യൂസുഫ് അലി കേസരിയുടെ പാട്ടുകളല്ല, സിനിമാ ഗാനരചയിതാക്കളുടെ പാട്ടുകളല്ല. അതിനേക്കാൾ മോശക്കാരെന്ന് പറയാവുന്ന 6-ാം നൂറ്റാണ്ടിലെ അറബി കവികൾ, ഇമ്രുൽ കൈസിനെ പോലെയുള്ള കവികൾ, അവര് തങ്ങളുടെ കാമുകമാരുടെ അംഗലാവണ്യത്തെ വർണ്ണിച്ചുകൊണ്ട് എഴുതിയിരിക്കുന്ന വരികളാണ് റബീഉൽ അവ്വൽ മാസത്തിൽ അല്ലാഹുവിന്റെ റസൂലിന്റെ മദ്ഹ് എന്ന പേരിൽ ഈ സമുദായത്തിന്റെ മുമ്പിൽ പള്ളിയിലെ മൈക്ക് തുറന്ന് ഒരു മാസക്കാലം പാടിക്കൊണ്ടിരിക്കുന്നത്. ആർക്കെ മനസ്സിലായത്? കമന്റുകാർക്ക് മനസ്സിലായില്ല. ഇത് പാടിക്കൊടുക്കുന്ന ആൾക്കാർക്ക് മനസ്സിലായോ? അല്ലാഹു അലം. സമൂഹത്തിന് എന്തായിരുന്നാലും മനസ്സിലായിട്ടില്ല. അങ്ങനെ ആർക്കും മനസ്സിലാവാത്ത കാലത്തോളം ഇങ്ങനെയുള്ള കവിതകള്, ഇങ്ങനെയുള്ള പാട്ടുകള്, പ്രേമഗീതങ്ങള് അല്ലാഹുവിന്റെ റസൂലിന്റെ പേരിൽ ഉച്ചരിക്കുവാനും
ഈ സമുദായത്തിന് കഴിയും, നേതാക്കന്മാർക്ക് കഴിയും. അങ്ങനെ കഴിയാൻ വേണ്ടി തന്നെയാണ് കാര്യങ്ങൾ ജനങ്ങൾ പഠിക്കരുത്, അറിയരുത്, മനസ്സിലാക്കരുത് എന്ന ചിന്താഗതിയിൽ അവർ ഇന്നും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെയൊക്കെ പോകുമ്പോഴാണ് അവർ അതിന്റെ കൂടെ പറയുന്നു, ഞങ്ങൾ നവോത്ഥാനത്തിന്റെ ആളുകളാണ്, ഞങ്ങൾ നവോത്ഥാനത്തിന്റെ ആളുകളാണ്. ആ നവോത്ഥാനത്തിന്റെ 90ാം വാർഷികമാണ് ഒരു ടീം ഇപ്പൊ ആഘോഷിക്കാൻ ശ്രമിക്കുന്നത്. നമ്മൾ ആലോചിക്കുക, അല്ലാഹുവല്ലാത്ത മരിച്ചുപോയ മഹാത്മാക്കളെ വിളിച്ചു പാത്തിക്കുന്ന, കബറുകൾ കെട്ടിപ്പൊക്കി നേർച്ചകളും വഴിപാടുകളും പൂരകൾ നടത്തിക്കൊണ്ടിരിക്കുന്ന, പടച്ച റബ്ബിന്റെ മാർഗത്തിൽ ജനങ്ങളെ വഞ്ചിച്ച് ചൂഷണം ചെയ്തുകൊണ്ടിരിക്കുന്ന ആർക്കാണ് ഈ നവോത്ഥാനത്തെ കുറിച്ച് സംസാരിക്കുവാൻ സാധിക്കുക എന്ന് ആലോചിക്കേണ്ടതുണ്ട്. ഒരു കാര്യം കൂടി ചേർത്ത് പറയുന്നു. ഇവിടെ ഈ പ്രോഗ്രാമിന്റെ നോട്ടീസുകൾ പുറത്തു വന്നപ്പോ, ഇതിന്റെ പ്രചരണം രംഗത്ത് വന്നപ്പോ സോഷ്യൽ മീഡിയയിലൂടെ ചില കമന്റുകൾ വരികയുണ്ടായി. ഒരു കമന്റ് എങ്ങനെയായിരുന്നു? കുറ്റിച്ചിറയിലെ സംവാദം 12 ദിവസം നടന്നാണല്ലോ, ഇനിയും ആ സംവാദത്തിന്റെ വിഷയങ്ങൾ തുടർന്നു കൊണ്ടുപോകുവാൻ, അഥവാ വീണ്ടും ഒരു സംവാദ പരമ്പരക്ക് നിങ്ങൾ തയ്യാറുണ്ടോ എന്ന് ചില ആളുകൾ വാട്സപ്പിലൂടെയും മറ്റും ചോദിച്ചിട്ടുണ്ട്. ഉത്തരം പറയുകയാണ്, ഞങ്ങൾ ആ കാര്യം ഏറ്റെടുക്കുന്നു, ആ ഉത്തരവാദിത്വം ഏറ്റെടുക്കുന്നു. പക്ഷേ മുജാഹിദ് പ്രസ്ഥാനം കുറ്റിച്ചിറ സംവാദത്തിലും അതിനു മുമ്പുള്ള സംവാദങ്ങളിലും ശേഷം ഇതുവരെ ഏറ്റവും അവസാനം നടന്നിരിക്കുന്ന കോടമ്പുഴ സംവാദം വരെ ആ സംവാദങ്ങളിലെല്ലാം ആവർത്തിച്ച് ചോദിച്ചിരിക്കുന്ന ചില ചോദ്യങ്ങളുണ്ട്. ആ ചോദ്യങ്ങൾക്ക് കൃത്യമായ വ്യക്തമായ ഉത്തരം പറയുവാൻ കഴിവുള്ള, ധൈര്യമുള്ള, തന്നേടമുള്ള, പാണ്ഡിത്യമുള്ള, പാരമ്പര്യമുള്ള, പ്രാമാണികതയുള്ള ഒരു പണ്ഡിതനെ ഞങ്ങൾക്ക് ലഭിക്കുമെങ്കിൽ ഞങ്ങൾ തയ്യാറാകും. ഞാൻ ആ വിഷയം ഒന്നുകൂടി പറയുകയാണ്. നമുക്കറിയാം, പൂനൂർ സംവാദത്തിൽ അന്ന് ചോദിച്ച ചോദ്യം, ബദരീങ്ങളെ കാക്കണേ, മുഹീദ്ദീൻ ശേഖരെ രക്ഷിക്കണേ എന്നിങ്ങനെ മരിച്ചുപോയ മഹാത്മാക്കളെ വിളിച്ചു പാത്തിക്കുവാൻ വിശുദ്ധ ഖുർആനിൽ തെളിവുണ്ടോ എന്നാണ് ചോദ്യം. അതിന്റെ പ്രതികരണം നേരത്തെ കേട്ടുമല്ലോ ഇവിടെ കൃത്യമായി. എന്നാൽ 25 കൊല്ലത്തോളം ആ ചോദ്യം അതുപോലെ നിലനിന്നു. അതിനുശേഷമാണ് മറുപടി പറയാൻ ശ്രമിച്ചു തുടങ്ങിയത്. ആ മറുപടിയോ ദുർവ്യാഖ്യാനങ്ങൾ. അതിങ്ങനെ വന്നിട്ടാണ് 982 കൊട്ടപ്പുറം സംവാദത്തിൽ മരിച്ചുപോയ മഹാത്മാക്കളെ വിളിച്ചു പാത്തിക്കുവാൻ വിശുദ്ധ ഖുർആനിൽ തെളിവുണ്ടോ എന്ന് ചോദിക്കുമ്പോ കാന്തപുരം ഉസ്താദ് പറഞ്ഞത്, ഉണ്ട് മൗലവി, ഉണ്ട്, ഖുർആനിലുണ്ട് തെളിവ്. വസ്അൽ മൻ അർസൽനാ മിൻ ഖബ്ലിക മിർ റുസുലിനാ എന്ന ആയത്തിന്റെ കഷ്ടമോദിയത്. അതിന്റെ ബാക്കി പോലും ഓതാനുള്ള ധൈര്യം അന്ന് കാണിച്ചിട്ടില്ല. ആ വിഷയം മരിച്ചുപോയ മഹാത്മാക്കളെ വിളിച്ചു പാത്തിക്കുവാൻ ഉള്ള തെളിവാണോ ആണെന്ന് പറയുന്ന വല്ല തഫ്സീറുകളുമുണ്ടോ എന്ന ചെറിയ അബ്ദുൽ ഹമീദ് മദനിയുടെ ചോദ്യത്തിനു മുമ്പിൽ പരുങ്ങിയപ്പോൾ ജനങ്ങളോട് മേലോട്ട് കൈ കാണിച്ച് അടങ്ങിയിരിക്കൂ എന്ന് പറഞ്ഞ് ജനങ്ങൾ ഇളക്കിവിട്ട് ആ സംവാദം പിരിച്ചുവിട്ട ടീമാണ് ഇന്ന് ഈ ചോദ്യം ഉന്നയിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഞങ്ങൾ വീണ്ടും ചോദിക്കുന്നു, അതേ ചോദ്യം, അതേ ആശയത്തിലുള്ള ചോദ്യം. ഈ ലോകത്ത് കടന്നുപോയിരിക്കുന്ന പ്രവാചകന്മാർ, 25 പ്രവാചകന്മാരുടെ നാമധേയങ്ങൾ വിശുദ്ധ ഖുർആൻ കൃത്യമായി പഠിപ്പിച്ചിട്ടുണ്ട്. ആ പ്രവാചകന്മാരിൽ പലരുടെയും പ്രാർത്ഥനകൾ, ഇസ്തിഗാസകൾ, തേട്ടങ്ങൾ അതും ഖുർആൻ എടുത്തു കൊടുത്തിട്ടുണ്ട്. ഞാൻ ആ വിഷയം ഒന്നുകൂടി പറയുന്നു. വിശുദ്ധ ഖുർആൻ സൂചിപ്പിച്ചിരിക്കുന്ന പ്രവാചകന്മാരിൽ ഏതെങ്കിലും ഒരു പ്രവാചകൻ തനിക്ക് മുമ്പുള്ള മറ്റൊരു പ്രവാചകനോട് ജീവിതത്തിൽ ഒരിക്കലെങ്കിലും ഒരൊറ്റ ഇസ്തിഗാസയെങ്കിലും ചെയ്തതായ ഒരു സംഭവം വിശുദ്ധ ഖുർആനിൽ നിന്ന് എടുത്തു ധരിക്കുവാൻ ധൈര്യമുള്ള, തന്റേടമുള്ള, കഴിവുള്ള, പ്രാപ്തിയുള്ള, പാണ്ഡിത്യമുള്ള പണ്ഡിതന്മാർ ഞങ്ങൾക്ക് കിട്ടിയാൽ ഞങ്ങൾ ഇനിയും ഈ സംവാദം തുടരുമെന്ന് ഞാനിവിടെ ആണയിട്ട് അടിയുറപ്പിച്ച് വീണ്ടും പ്രഖ്യാപിക്കുകയാണ്. എന്തുകൊണ്ട്? ആദർശപരമായിട്ടാ നമ്മൾ മുന്നോട്ട് പോകുന്നത്. വിശുദ്ധ ഖുർആനിന്റെ പ്രവാചക ചര്യയുടെ പിൻബലത്തിൽ അടിസ്ഥാന പ്രമാണങ്ങൾ മറക്കാതെ, അടിസ്ഥാന ആദർശങ്ങളിൽ വെള്ളം ചേർക്കാതെ മുന്നോട്ട് പോകുന്ന ഒരു പ്രസ്ഥാനം. അതുകൊണ്ടാണ് പറഞ്ഞത്, വിശുദ്ധ ഖുർആൻ പേരെടുത്ത് പറഞ്ഞിരിക്കുന്ന പ്രവാചകന്മാരിൽ ഏതെങ്കിലും ഒരു പ്രവാചകൻ തനിക്ക് മുമ്പേ മരണപ്പെട്ടു പോയിരിക്കുന്ന മറ്റൊരു പ്രവാചകരോട് ജീവിതത്തിൽ ഒരിക്കലെങ്കിലും നിർവഹിച്ചതായ ഇസ്തിഗാസയുടെ ഒരൊറ്റ ഉദാഹരണം വിശുദ്ധ ഖുർആൻ എടുത്തു ധരിക്കുവാൻ കഴിവുള്ള പണ്ഡിതന്മാരുണ്ടോ? ഞങ്ങൾ സ്വീകരിക്കും. സംവാദം ഇനിയും നടക്കും. വ്യവസ്ഥകൾ എഴുതാം, മുന്നോട്ട് പോകാം. ഒരു കാര്യം കൂടി ചേർത്ത് വെക്കുന്നു. പലപ്പോഴും അന്ന് പൂനൂരിൽ വെച്ച് ചോദിച്ച ചോദ്യത്തിലെ ഭാഗം എന്താ? ബദരീങ്ങളെ കാക്കണേ, മുഹീദ്ദീൻ ശേഖരെ രക്ഷിക്കണേ എന്നിങ്ങനെയുള്ള തേട്ടമെന്നാണെന്ന് പറഞ്ഞത്. ഞാൻ ആവർത്തിച്ചു പറയുന്നു, പ്രവാചക തിരുമേനി സുല്ലാസ്ലം ജീവിച്ചിരിക്കെയാണ് ബദർ യുദ്ധമുണ്ടായത്. അതിൽ പങ്കെടുത്ത് മരണപ്പെട്ടിരിക്കുന്ന ഷഹീദുകളാണ് ബദർ ശുഹദാക്കൾ. ആ ബദർ യുദ്ധത്തിന് ശേഷം റസൂൽ കരീം സുല്ലല്ലാഹു അലൈഹി വസല്ലം പിന്നെയും ജീവിച്ചത് 8 കൊല്ലത്തോളമാണ്. സ്വഹാബികൾ
അതേറെ കൊല്ലം ജീവിച്ചു. ഞാൻ ചോദിക്കുന്നത്, അള്ളാഹുവിന്റെ റസൂലോ അവിടുത്തെ അനുചരന്മാരായിരിക്കുന്ന പ്രമുഖരായ സ്വഹാബികളോ ജീവിതത്തിൽ ഒരിക്കലെങ്കിലും ബദർ ശുഹദാക്കളെ ഞങ്ങളെ കാക്കണേ, ഞങ്ങളെ സഹായിക്കണേ, ഞങ്ങളെ രക്ഷിക്കണേ എന്നർത്ഥത്തിലുള്ള ഒരൊറ്റ ഇസ്തിഗാസയെങ്കിലും നടത്തിയതായ ഒരു രേഖ, ഒരു തെളിവ്, ഒരു പ്രമാണം, ഒരു സംഭവം സ്വഹീഹായിരിക്കുന്ന ഹദീസുകളിൽ നിന്ന് എടുത്തു ധരിക്കുവാൻ കഴിവുള്ള, പ്രാപ്തിയുള്ള, തന്റേടമുള്ള, ധൈര്യമുള്ള പണ്ഡിതന്മാർ രംഗത്ത് വന്നാൽ ഞങ്ങൾ തീർച്ചയായും അവരോട് സമ്പാദത്തിന് തയ്യാറായിരിക്കും എന്ന് ഈ പ്രസ്ഥാനത്തിനു വേണ്ടി ഞാൻ ഈ സമയത്ത് ഈ പൊതുജനങ്ങളെ, ഈ സമൂഹത്തെ മുൻനിർത്തിക്കൊണ്ട് അള്ളാഹുവിനെ സാക്ഷി നിർത്തി പ്രഖ്യാപിക്കുകയാണ്. അനാവശ്യമായി ഇങ്ങനെയുള്ള മെസ്സേജുകൾ വിട്ടുകൊണ്ട് ഒരു വിഷയത്തെ, ഒരു ആദർശത്തെ തകർക്കാനോ അല്ലെങ്കിൽ അതിനെ മലീമസമാക്കുവാനോ ആർക്കും സാധ്യമല്ല. ഇവിടെ സൂചിപ്പിച്ചുവല്ലോ, കുറ്റിച്ചിറ സംവാദം 40 വർഷം പിന്നിടുമ്പോ അതിന്റെ ഗുണങ്ങളും അതിന്റെ ഗണങ്ങളും അതിന്റെ എല്ലാ മേന്മകളും നന്മകളും ഏറ്റുവാങ്ങാൻ സാധിച്ചിരിക്കുന്ന പ്രസ്ഥാനമാണ് മുജാഹിദ് പ്രസ്ഥാനം. ആ പ്രസ്ഥാനം അതുകൊണ്ട് തന്നെയാണ് ഈ വിഷയങ്ങൾ വീണ്ടും ചർച്ചക്കിടുന്നത്, ആളുകൾക്ക് കാര്യങ്ങൾ മനസ്സിലാക്കുവാൻ, ഉൾക്കൊള്ളുവാൻ തന്നെ. ആ തരത്തിൽ കുറ്റിച്ചിറ സംവാദത്തിലെ പ്രധാനപ്പെട്ട വിഷയങ്ങളാണ് ഇന്നിവിടെ ചർച്ചയ്ക്ക് വന്നത്. ഇസ്തിഗാസയും സ്ത്രീ പള്ളി പ്രവേശനവും അതുപോലെ തന്നെ ജുമുഅ ഖുത്ബയുടെ ഭാഷയും അടക്കമുള്ള കാര്യങ്ങൾ വളരെ പ്രമുഖരായ പണ്ഡിതന്മാർ ആ കാലഘട്ടത്തിൽ നേതൃത്വം കൊടുത്ത് നടത്തിയിരിക്കുന്ന ആ സംവാദത്തിന്റെയൊക്കെ ഫലമായി വളർന്ന് വികസിച്ചു വന്നിരിക്കുന്ന ഈ മഹാപ്രസ്ഥാനത്തെ അതിന്റെ ആദർശ തലത്തിൽ വെള്ളം ചേർക്കുവാനും അതിന്റെ പ്രമാണങ്ങളിൽ വെള്ളം ചേർക്കുവാനും ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ആളുകൾ മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ പേരിൽ തന്നെ ഇപ്പോൾ ചില രംഗത്ത് പ്രത്യക്ഷപ്പെട്ടുകൊണ്ടിരിക്കുന്നുണ്ട് എന്നത് വിസ്മരിക്കുന്നില്ല. മുസ്ലിം സ്ത്രീകൾക്ക് പള്ളി വിലക്കിയിരിക്കുന്ന ആളുകളിൽ നിന്ന് അവർക്ക് മോചനം നൽകിയിരിക്കുന്ന പ്രസ്ഥാനത്തിന്റെ ആളുകളെന്ന് പറയുന്നവർ ആ സ്ത്രീകളുടെ മുഖവും കൂടി കെട്ടിപ്പൂട്ടി അവരെ പുതിയ ഇരുട്ടറകളിൽ അടക്കാൻ ശ്രമിക്കുമ്പോ മുജാഹിദുകൾ അത് കാണാതെ പോവുകയില്ല എന്ന് ശ്രദ്ധയിൽപ്പെടുത്തുകയാണ്. അതുപോലെ തന്നെ പഴയ അന്ധവിശ്വാസങ്ങളെ പുതിയ കുപ്പികളിലാക്കി അതിനെ ഏതെങ്കിലും മൻഹജിന്റെയോ മദ്ഹബിന്റെയോ പേര് പറഞ്ഞുകൊണ്ട് വീണ്ടും രംഗത്തിറക്കുവാൻ ആര് ശ്രമിച്ചാലും ഇസ്ലാഹി പ്രസ്ഥാനം ആ വിഷയത്തിലും കയ്യും കെട്ടി നോക്കി നിൽക്കുകയില്ല. ഒരു കാര്യവും കൂടി പറയുന്നു, ഇസ്ലാഹി പ്രസ്ഥാനത്തിന്റെ സമുന്നതരായ പണ്ഡിതന്മാർ ഹദീസുകൾക്ക് വേണ്ടി, ഖുർആൻ പ്രചരണത്തിനു വേണ്ടി ജീവിതം ഒഴിഞ്ഞു വെച്ചിരിക്കുന്ന അബ്ദുസ്സലാം സുല്ലമിയെ പോലെയുള്ള മഹാരഥന്മാരായ പണ്ഡിതന്മാരെ അനാവശ്യമായി ഫലസിക്കുവാനും ആക്ഷേപിക്കുവാനും അവരിലെ നന്മകളെ മുഴുവനും ഇകഴ്ത്തി കാണിക്കുവാനും ഏത് അറബ് നാട്ടിലെ ചോര കുടിച്ചു വരുന്ന ആളുകളാണെങ്കിലും അവർ അതിന് ശ്രമിച്ചാൽ ഞങ്ങൾ കൃത്യമായി പ്രതികരിച്ചിരിക്കും എന്ന കാര്യവും കൂടി ഈ സന്ദർഭത്തിൽ ശ്രദ്ധയിൽപ്പെടുത്തുകയാണ്. അവസാനിപ്പിക്കുന്നു. ആദർശ രംഗത്ത് വിട്ടുവീഴ്ചയില്ലാതെ, പ്രമാണങ്ങളിൽ വെള്ളം ചേർക്കാതെ ഇസ്ലാഹി പ്രസ്ഥാനത്തിന്റെ ആ തനതു ശൈലിയിൽ ഇനി മുന്നോട്ട് പോകുവാൻ ആവശ്യമായ വിധത്തിൽ പ്രബോധന പ്രവർത്തനങ്ങളിൽ കൃത്യതയും കണിശതയും പുറത്തി മുന്നോട്ട് പോകുമ്പോൾ സൂചിപ്പിച്ച പോലെ തന്നെ ഖുർആൻ ആവശ്യപ്പെട്ട പോലെ ആവശ്യമെങ്കിൽ മാത്രം സംവാദങ്ങളിൽ ഏർപ്പെടുവാനും അനുബന്ധമായ കാര്യങ്ങൾ മുന്നോട്ട് പോകുവാനും ഈ പ്രസ്ഥാനം ഇനിയും മുന്നിലുണ്ടാകും. അത് പറയാൻ, അത് അവതരിപ്പിക്കുവാൻ നമ്മൾ മാത്രമേ ഉള്ളൂ എന്നതുകൊണ്ട് ആ കാര്യം ഒന്നുകൂടി ആവർത്തിച്ചത് മാത്രം. ഇതിനവസരമുണ്ടാക്കിയ കേരള നദ്വത്തുൽ മുജാഹിദീൻ പ്രസ്ഥാനത്തിന് പ്രത്യേകമായി നന്ദി കൂടി രേഖപ്പെടുത്തിക്കൊണ്ട് ഞാൻ എന്റെ വാക്കുകൾക്ക് വിരാമം കുറിക്കുന്നു. വആഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.